പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻറർഗർ ഇൻറ്റീരിയേഴ്സ്. ഇന്ന് ഞാനുള്ളത് പെരുവേലാണ്, ഏലിയ സാറിൻ്റെ വീട്ടിലാണ്. മറ്റൊരു പ്രൊജക്റ്റ് ഞങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീട്ടിൽ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ച കബോർഡുകളുടെ സ്ട്രക്ചർ പണിതതിന് ശേഷം 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിലും മൈക്ക ലാമിനേറ്റ്സും പ്രീ ലാമിനേറ്റഡ് MDF വെച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഈ വീട്ടിലെ കോട്ട് നമ്മളാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓവർഹെഡ്, വാൾ പാനലിങ് ഇവയെല്ലാം നമ്മൾ പ്ലൈവുഡും ലാമിനേറ്റ്സും ഉപയോഗിച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഒരു പ്രയർ യൂണിറ്റും പാർട്ടീഷനും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഷോക്കേസ് ക്രമീകരിച്ചിരിക്കുന്നു, ഒരു TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ വീടിൻ്റെ ഓണർ കൂടിയായ ഏലിയ സാറും ഫാമിലിയും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഈ വർക്ക് കണക്ട് ചെയ്ത് തന്നത് ആൽബിൻ സാറാണ്. ഏലിയ സാറിൻ്റെ മൂത്ത മകനാണ്. യൂട്യൂബിലൂടെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ വർക്ക് നമുക്ക് തരുന്നത്. ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ എന്തൊക്കെ അഭിപ്രായമാണ് സാറേ പറഞ്ഞത്? നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറയാമോ? നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. കണ്ടിടത്തോളം പേര് എല്ലാവരും അതിനു വേണ്ടി ഇനി ഇതാരാണ് ചെയ്തത്, അവർക്ക് വർക്ക് കൊടുക്കാൻ തയ്യാറുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു നമ്പർ കൊടുത്തിട്ട് എന്നെ ഒരാൾ വിളിച്ചായിരുന്നു, സാബു എന്ന് പറയുന്ന ആള്. പിന്നെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അവര് വന്ന് ഇതിന്റെ ഫോൺ നമ്പറും ഒക്കെ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ മമ്മി എന്താ അഭിപ്രായം പറയാനല്ലേ? മമ്മി ഇത് തന്നെ ആണോ? 3-4 പേര് വന്ന് കണ്ടു പറഞ്ഞു. ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടവരും വന്ന് പറഞ്ഞ് അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തുള്ളവരാന്ന് ചോദിച്ചു, ചേർത്തലക്കാരാന്ന്. ചേർത്തലയിലുള്ളവരെ പണിത് കൊടുപുഴക്കാർക്കാന്ന്. ആൽബിൻ സാറേ, നമ്മളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു, വ്യൂവേഴ്സിന് വേണ്ടിട്ട് പറഞ്ഞു. ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടുത്തെ യൂട്യൂബിൽ കണ്ടിട്ടാണ് വന്നത്. പിന്നെ ആദ്യമായിട്ട് കുറവലങ്ങാട് വന്ന ആ വർക്കെല്ലാം കണ്ടു. അങ്ങനെ എല്ലാ വർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് വന്നത്. ഞാൻ 3-4 പേരുടെ കൺസൾട്ടൻസി എല്ലാം നോക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം പൂർണ്ണ ഇതോടെ ചെയ്ത് എല്ലാ വർക്കും നല്ല ഭംഗിയാക്കി ചെയ്ത്. ഞാനിവിടെ ഇല്ലായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഏകദേശം 1 വർഷത്തോളമായി ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ ടൈമിൽ ഞാൻ ഇല്ലായിരുന്നു. എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആൽബിൻ സാറ് എബ്രോഡാണ്. നമുക്ക് വർക്ക് തന്നിട്ട് നമ്മളൊരു 1 മാസം കൊണ്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. എന്തായാലും ഓണർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അല്ല സാറേ? അതെ, ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ വർക്കൊന്ന് കണ്ടു നോക്കുക.
ഈ വീട്ടിൽ നമ്മൾ ഓപ്പൺ കിച്ചണാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരാൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ നമ്മളൊരു പാൻട്രി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ക്രോക്കറി ഐറ്റംസ് വയ്ക്കുന്നതിനോട് ഒരു ക്രോക്കറി യൂണിറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു. കൂടാതെ അപ്പർ ക്യാബിൽ രണ്ട് ഓപ്പൺ സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട്. വാം ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റും നമ്മൾ കൊടുത്തിരിക്കുന്നു. ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 3 ബർണറിൻ്റെ ഒരു ഹോബും ഇലക്ട്രിക് ചിമ്മിനിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. 90 സെൻറ്റിമീറ്റർ ഇലക്ട്രിക് ചിമ്മിനിയാണ്. മൊത്തം നമ്മളിവിടെ 6 ബാസ്ക്കറ്റാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കട്ട്ലറി, പെർഫെക്റ്റ് കട്ട്ലറിയാണ്. കൂടാതെ കപ്പ് ആൻഡ് സോസർ, കൂടാതെ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ്, ഒരു 3 ലെയർ ബോട്ടിൽ പുള്ളൗട്ട്, ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഇങ്ങനെയാണ് നമ്മളിവിടെ ആക്സറീസ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ക്രമീകരിച്ചിട്ടുണ്ട്. സിങ്കിനോട് ചേർന്ന് തന്നെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ക്രമീകരിച്ചിരിക്കുന്നു. ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ. 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് വെച്ചാണ് നമ്മളിതിൻ്റെ ഡോറുകളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു എൽ ഷേപ്പിലുള്ളൊരു ചെറിയ അപ്പർ ക്യാബിൻ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഹാൻഡിലിന് വേണ്ടി നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഈ കിച്ചന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. മൂന്ന് ബെഡ്റൂമിൽ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഡ്രോ ആയിട്ടും കൂടാതെ ബെഡിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 4 ഡോറിലൊരു വാർഡ്രോബാണ് ഈ റൂമിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ പ്ലൈവുഡും ലാമിനേറ്റ്സും ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറക്കുമ്പോൾ കാണാം, ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നു. വലിയൊരു ഹാങ്ങിങ് പ്രൊവിഷനാണ്. 2 ഡോറിൻ്റെ സ്പേസ് മുഴുവൻ നമ്മൾ ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു മിറർ കൂടി അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ കിങ് സൈസ് കോട്ട്, 2 സൈഡ് ടേബിൾ, കൂടാതെ ഓവർ ഹെഡ്, വാൾ പാനലിങ്, ഇവയെല്ലാം നമ്മൾ 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡും കൂടാതെ മൈക്ക ലാമിനേറ്റ്സും ഉപയോഗിച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത്. വാർഡ്രോബിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഫെറോസിമെൻറ്റും കൂടാതെ പ്രീ ലാമിനേറ്റഡ് MDFുമാണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഫെറോസിമെൻ്റ് ആണ്. കൂടാതെ ഒരു ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഫെറോസിമെൻ്റ് ആണെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡ് നമ്മൾ ഡോർ ചെയ്ത സെയിം മെറ്റീരിയൽ വെച്ച് പാനൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു മിററും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നു.
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. കേരളത്തിനകത്ത് മാത്രമായിരുന്ന നമ്മുടെ സർവീസ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.